ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കോളേജിലത്തെ ലാസ്റ്റ് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വെക്കേഷന് പോവുകയാണ് ക്രിസ്മസിന്. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ, അതായത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് 2-ാം തീയതി വരുള്ളൂ തിരിച്ച്. അപ്പം എക്സാമും ജനുവരിയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഇടയ്ക്ക് ഇനിയിപ്പോൾ വെക്കേറ്റ് ചെയ്യാനുള്ളൊരു ചടങ്ങും കൂടി ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇപ്പം തന്നെ നമുക്ക് പറ്റാവുന്ന സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഇപ്പം എന്നെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരാൾ പ്രാക്ടീസ് ചെയ്യണം 2 ബാഗൊക്കെ കൊണ്ട് ബസ് കയറാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അങ്ങനെ വേണ്ടാത്ത സാധനങ്ങളും വേണ്ട സാധനങ്ങളും നല്ല തരംതിരിച്ച് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് അധികം ലഗേജ് ഉണ്ടായിരുന്നില്ല. കാര്യം ഞാനിങ്ങനെ ആഴ്ചയ്ക്ക് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോകുന്നത് കൊണ്ട് ആ ഒരു ഇതുകൊണ്ട് എനിക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ ക്ലിപ്പാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നാണ് നാട്ടിൽ പോകുന്നത് സുഹൃത്തുക്കൾ. നമ്മളിന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഔട്ട് പാസ് വാങ്ങണം, കുറേ വേറെ ചടങ്ങുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ക്ലാസ്സിക്ക് ഫുഡ് കഴിക്കണമെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, മറന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് കോളേജിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടില്ല. 3 വർഷമായി നമ്മുടെ കോഴ്സ് കഴിയാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ പോലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ കോളേജ് വ്ളോഗായിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ എന്തോ ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് എന്ന് പറയാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിലത്തെ ക്ലിപ്പൊക്കെ കുറവാണ്. മാത്രമല്ല നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് വയസ്സാണ് ഇരിക്കുന്നതും അങ്ങനെ ഒരുപാട് ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം കോളേജിലേക്ക് വന്നിട്ട് ലേറ്റ് ആയതുകൊണ്ട് പുറത്ത് ഒരു 1.5 മണിക്കൂർ നിർത്തിയിട്ട് ഫൈനൊക്കെ അടിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ നമ്മൾ നേരത്തെ പിറ്റേ ദിവസം ഇറങ്ങിയത് കൊണ്ട് ഞാനാണ് ഫസ്റ്റ് ക്ലാസ്സിലെത്തി ഡോറൊക്കെ തുറന്ന് എന്നിട്ട് വേഗം പോയിട്ട് ജനലൊക്കെ തുറന്നു. കാര്യം ആ ഒരു അടച്ചു മൂടിയ ഒരു അന്തരീക്ഷം ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ഫാൻ ഇട്ടു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനലൊക്കെ തുറക്കുമ്പോഴത്തേക്കും നല്ല ശുദ്ധവായു ഉള്ളിലേക്ക് വരാൻ തുടങ്ങി കേസ്. അപ്പോൾ ഇന്ന് ഞാൻ ജനൽ തുറക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ ആരിലൊക്കെ ഉണ്ടാവില്ല പതിവ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തുകയെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ ജനലൊക്കെ തുറന്നിടും. അന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം നമ്മൾ വീട്ടിൽ പോവുകയാണല്ലോ, 10 ദിവസം ലീവ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ക്ലാസ് ആയിട്ടൊന്നുമില്ല, നമ്മൾ ഫുൾ പഠിക്കലാണെന്ന് പറയുന്നത്. പഠിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കണം, പക്ഷെ പഠിക്കൽ മാത്രം നടക്കണില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ളവരൊക്കെ വരുമ്പോൾ ഞാൻ ആളുകളൊക്കെ കാണിച്ചില്ല. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദർശൻ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, മാം വരും, പഠിക്കാൻ പറയും, ബുക്ക് എടുക്കും, ബുക്കിൻ്റെ മുന്നിലിരിക്കും. മാം കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കും, പറ്റാവുന്ന പോലെ എന്തെങ്കിലും വായിക്കണ പോലെയൊക്കെ അഭിനയിക്കും. ക്ലാസ്സിലിരുന്നാൽ പഠിക്കാനേ പറ്റില്ല. പഠിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒന്നാകും നമ്മളെന്തെങ്കിലും ശ്രദ്ധ മാറ്റി പിന്നെ സംസാരം പിന്നെ കളിച്ചിരിയിലേക്ക് മാറി അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പോവുമായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണെന്ന് വെച്ചിട്ട് 3 പേരെയും 3 ഭാഗത്ത് മുക്കിലേക്ക് ആക്കിയിട്ടാണ് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാമിൻ്റെ സീരിയസ്നെസ് ഇപ്പോഴും ആർക്കും നല്ല എനിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇവരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ തന്നെയാണ്, തമിഴ്സാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്ന മലയാളം നമ്മൾ സ്പീഡിൽ പറയുമ്പം അവരൊന്ന് ആലോചിക്കും. എന്നിട്ട് എന്നോട് പറയുമ്പോൾ നീ മെതുവാ പറയുക, മെല്ലെ പറയുന്ന പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവരുടെ തമിഴും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് എല്ലാവരും നാട്ടിൽ പോവുകയാണ്, അല്ലെങ്കിൽ ലീവാണ് നാളെ മുതൽ എന്നുള്ള ഒരു ഇതിൽ ആരും പഠിക്കണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോസും വീഡിയോസും കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ പോയി എന്ന് വേണം പറയാൻ. எல்லாரும் நஸ்ரத்து சப்ஸ்கிரைப் பண்ணுங்க நஸ்ரத்துக்கு. അത് നമ്മൾ ദർശനയാട്ടോ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. ആർട്സുകാരില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ വിശാലമായി കിടക്കുകയായിരുന്നു. നമുക്കിവിടെ കേരള റൈസൊക്കെ കിട്ടും കേട്ടോ. നമുക്കിവിടെ മട്ടേരി ചോറാണ് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഉപ്പേരികളൊക്കെ ആരെങ്കിലും വിളമ്പി തരികയാണെങ്കിൽ ഒരു കയ്യിൽ പകുതി വീഴുള്ളവർക്ക്. അപ്പോൾ ഇന്നവിടെ ആരും വിളമ്പാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ എടുക്കണോണ്ട് ഒരു 3 സ്പൂണൊക്കെ എടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം വല്ലപ്പോഴും കിട്ടുന്ന ആ ഒരു ഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ച് നേരെ റൂമിൽ പോയിട്ട് കുറച്ച് സാധനം കൂടി എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബെഡൊക്കെ മടക്കി വെച്ചു. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും അതാകെ ഫുള്ളും പൊടി പിടിച്ചൊരവസ്ഥയായിട്ടുണ്ടാവും. അടുത്ത ചടങ്ങാണ് നമ്മുടെ ഈ
ഔട്ട് പാസ് വാങ്ങൽ, വീഡിയോ കോൾ വിളിക്കുക, സൈൻ ചെയ്യുക, 2 ബുക്കിൽ പേര് എഴുതുക, ഡേറ്റ് എഴുതുക, സമയം എഴുതുക. എല്ലാ ഹോസ്റ്റലിലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു, പ്രൈവറ്റ് ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഗേറ്റ് ഒന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇന്ന് മാത്രമല്ല, എല്ലായ്പ്പോഴും നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുമ്പോഴോ ഇതൊക്കെയാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതായത് ഗേറ്റിൻ്റെ അവിടുത്തെ ഈ ഒരു രജിസ്റ്ററിൽ നമ്മുടെ പേര്, സൈന്, ഇറങ്ങേണ്ട സമയം എല്ലാം സൈൻ ചെയ്തിട്ടൊക്കെ തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ക്ലാസ്സിലേക്ക് പോവുകയാണ് ബാഗൊക്കെ എടുത്തിട്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പോരാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ്സിൽ പോയിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം ഫുഡ് കഴിച്ചാണ്, ഉച്ച നേരമാണ്, സ്വാഭാവികമായിട്ട് ഉറങ്ങി പോകും, പഠിക്കുമെന്നില്ലല്ലോ. എങ്ങനെയൊക്കെയോ 4:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം ബാഗും എല്ലാം എടുത്തിട്ട് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തു. അവിടെ കോയമ്പത്തൂർ നമുക്ക് ഓല ബുക്ക് ചെയ്ത്, നമ്മൾ ഊബർ ബുക്ക് ചെയ്യണ പോലെ ഓല ബുക്ക് ചെയ്ത് നമ്മുടെ ഓട്ടോ വന്നു. ഞങ്ങൾ ഓട്ടോയിൽ കയറി ബാഗൊക്കെ ആയിട്ട് എനിക്ക് ഒരു ബാഗുള്ളൂ, ഒരാൾക്ക് 2 ബാഗുണ്ട്, വേറെ ഒരാൾക്ക് 2 ബാഗുണ്ട്. അപ്പോൾ എനിക്ക് ഹാൻഡ് ബാഗ് ഉൾപ്പെടെ 2 ബാഗുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയാമായിരുന്നു തിരക്ക് ഉണ്ടാവും എന്നുള്ളത്. കാര്യം ക്രിസ്മസ് കോമൺ ലീവാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡ് ഫുള്ളും ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളിത് എങ്ങനെ എപ്പോൾ കയറി വീട്ടിലെത്തും എന്നുള്ളൊരു ടെൻഷനായി. കാര്യം നേരെ അപ്പം തന്നെ ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരാൾ ഫ്രണ്ടിൽ ബസ് വന്നിട്ടുണ്ട്, വേഗം അവിടെ പോയേ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി ആ ബാഗും വെയിറ്റൊക്കെ കൂടിയിട്ട് ഓടിപ്പോയിട്ട് നോക്കുമ്പോൾ ബസ്സിൽ സീറ്റ് കിട്ടി ഗൈസ്. നമ്മൾ പിന്നെ ആ ഒരു ഭാഗം കടന്നപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു. അവിടെ ഒരു 3/4 മണിക്കൂർ അവിടെ പോസ്റ്റായിരുന്നു. അങ്ങനെ സീറ്റ് കിട്ടിയത് കൊണ്ട് എനിക്ക് എത്ര നേരം വൈകിയാലും പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തലവേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ചൂടും ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്, പാലക്കാട് എത്തിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എത്തിയിട്ടുണ്ട്, നീ എത്തുമ്പോൾ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട്. ഉമ്മ അവിടെ എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരാണ് ബാക്കിയുള്ളവർ. അപ്പോൾ അവർക്ക് ബസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ട് അവരിപ്പോൾ സ്നാക്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു 2 ബാഗ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവരോട് ബൈ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോവുകയാണ്. നല്ല വിശപ്പായതുകൊണ്ട് ഉമ്മാൻ്റെ പോക്കറ്റ് ഷവർമ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. വേറെ ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഷോർട്സ് ഇടുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ വ്ളോഗ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ലോങ് വീഡിയോസൊക്കെ കുറച്ചായിട്ട് തുടങ്ങാമെന്നുള്ളത്. ഇഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നത് വരയ്ക്കും സൈനിങ് ഓഫ്.